ഡിഷ്നെറ്റ് ബിഗ് ബ്രേക്കിംഗ് ബ്ലോക്ക്. കേരള തമിഴ്നാട് ബോർഡർ ഉസിലാംപെട്ടിയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നു. ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ്. ലീവിലായിരുന്ന പ്രശസ്ത വേട്ടക്കാരൻ വാറുണ്ണിയുടെ മകനും തമിഴ്നാട് ഫോറസ്റ്റ് ഓഫീസറുമായ ഡേവിഡ് വാറുണ്ണിയോട് ലീവ് റദ്ദാക്കി ഉടൻ സംഭവസ്ഥലത്തെത്താൻ സർക്കാർ ആവശ്യപ്പെട്ടു. നമ്മുടെ പ്രതിനിധി രാജീവ് സംഭവസ്ഥലത്ത് നിന്നും നമ്മോടൊപ്പം ചേരുന്നു. രാജീവ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പുലി ഇപ്പോൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഡേവിഡ് വാറുണ്ണി സംഭവസ്ഥലത്തെത്തിയോ? മഞ്ജിമ, ഡേവിഡ് വാറുണ്ണി ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പുലി സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് സമീപവാസികൾ പറയുന്നത്. ഉസിലാംപെട്ടിയിൽ പുലി ഒളിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന വനമേഖലയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡേവിഡ് വാറുണ്ണി എത്തിയിരിക്കുകയാണ്. മഞ്ജിമ, നാട്ടുകാർ കയ്യടികളോടുകൂടിയാണ് അദ്ദേഹത്തെ ഇവിടേക്ക് സ്വീകരിക്കുന്നത്. ഡേവിഡ് വാറുണ്ണിയോട് മാധ്യമപ്രവർത്തകർക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. എന്താണ് ഡേവിഡ് പറയുന്നത്? ഇല്ല മഞ്ജിമ, അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ പ്രതികരിച്ചില്ല. പകരം ഒരു ചിരി പാസാക്കിയിട്ട് അദ്ദേഹം കാട്ടിലേക്ക് നടന്നുപോയി. പുലിയെ എന്ത് വില കൊടുത്തും മയക്ക് വെടിവെച്ച് വീഴ്ത്തും എന്ന തീരുമാനത്തിൽ ഉറച്ചു. അദ്ദേഹം ഉദ്യോഗസ്ഥരുമൊത്തു കാട്ടിനുള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെറി പിടിച്ചിരിക്കുന്ന പുലി ആക്രമണകാരിയാകും എന്ന് പറഞ്ഞ് പുലിയുടെ അടുത്തേക്ക് നീങ്ങുന്ന ഡേവിഡ് വാറുണ്ണിയെ മറ്റു ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിക്കുന്നുണ്ട്. മഞ്ജിമ അതൊന്നും വകവെക്കാതെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. മഞ്ജിമ, അതാ കുറ്റിക്കാട്ടിൽ നിന്ന് പുലി ഡേവിഡിന് നേരെ ചാടി വീഴുകയാണ്. ഡിഷ്നെറ്റ് എക്സ്ക്ലൂസീവ്. പുലിയുടെ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു. ഡേവിഡ് വാറുണ്ണിക്ക് പുലിയുടെ ആക്രമണത്തിൽ നേരിയ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതാ തോക്കെടുത്ത് വീണ്ടും പുലിയുടെ പിന്നാലെ പേയുകയാണ്. മഞ്ജിമ, ഡേവിഡ് അതാ പുലിയെ വെടിവെച്ചിരിക്കുകയാണ്. മയക്കുവെടി കൃത്യമായി തന്നെ പുലിയുടെ ദേഹത്ത് കൊണ്ടുവന്ന പുലി അതാ നിലത്ത് വീണു. മഞ്ജിമ, പുലി അതാ മയങ്ങി വീണു. ഉസിലാംപെട്ടിയിൽ നിന്ന് ഡേവിഡ് വാറുണ്ണി പുലിയെ മയക്കുവെടി വെച്ച് വീഴ്ത്തിയ ഉജ്ജ്വല ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇനിയൊരു ചെറു ഇടവേള.